നമസ്കാരം. പാകിസ്ഥാന് നല്ല വിശക്കുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തത്ര വിലക്കയറ്റമാണ്. ഗോതമ്പിന് പോലും കിലോയ്ക്ക് 200 രൂപയോളമാണ് വില. കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന സർക്കാർ ധാന്യം വാങ്ങാനെത്തിയവർ തമ്മിലടിക്കുന്നു. കൂട്ടത്തിലൊരാൾ, ഒരു 40-കാരൻ തൊഴിലാളി, തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം മുട്ടി മരിക്കുന്നു. ഭക്ഷണം വഹിച്ചു പോകുന്ന ട്രക്കുകൾക്ക് പിന്നാലെ പായുന്നു ജനം. ആളുകളുടെ കണ്ണിൽ മാത്രമല്ല, ചുറ്റിലും ഇരുട്ടാണവിടെ. വിത്തുപാകി വിളവെടുക്കാൻ ഏറ്റവും നല്ല മണ്ണുള്ള രാജ്യം ഒറ്റ പ്രളയത്തിൽപ്പെട്ട് തിരിച്ചു കയറാനാവാത്ത വിധം തരിപ്പണമായി. ഇന്ത്യയെ എതിർത്തു തോൽപ്പിക്കാനുള്ള കുറുക്കു വഴികളിൽ അവർ മറന്നുപോയത് രാജ്യത്തിൻ്റെ വികസനമാണ്. പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്ത്? രാഷ്ട്രീയ അസ്ഥിരതയോ തിരിച്ചടി? ഇനി എങ്ങനെ കരകയറും ആ രാജ്യം? അടുത്ത ശ്രീലങ്കയോ പാകിസ്ഥാൻ? സ്വാഗതം പ്രൈം ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി ധനകാര്യ വിദഗ്ധൻ CP ജോൺ, ചരിത്രകാരൻ AM ഷിനാസ്, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരൊപ്പം ചേരും. വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെന്റിനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാനിൽ സംഭവിച്ചതെന്ത്, സംഭവിക്കുന്നതെന്ത്? കൃഷ്ണരാജ്, പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന ദുരവസ്ഥയ്ക്ക് ഒരു ത്രിമാന കാരണമാണുള്ളത്. 3 തലങ്ങളിൽ അതിനെ വിലയിരുത്താൻ സാധിക്കും. ഒന്ന് ഒരു സാമ്പത്തിക കാരണമാണ്. പാകിസ്ഥാൻ്റെ ചില സ്ഥിതിവിവര കണക്കുകളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. സാമ്പത്തികമായി പാകിസ്ഥാൻ അരാജകാവസ്ഥയിലാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ നമ്പേഴ്സിലേക്കും ഫിഗേഴ്സിലേക്കും പോകേണ്ടതുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് പോയി അതിൻ്റെ കാരണത്തിലേക്ക് വരാം. പാകിസ്ഥാൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം 370 ബില്യൺ ഡോളേഴ്സാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ കടം എന്ന് പറയുന്നത് 270 ബില്യൺ ഡോളേഴ്സാണ്. അതായത് മൊത്തം ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 71% കടം. അങ്ങനെ കടബാധ്യതയുള്ള ഒരു രാജ്യത്തിന് ഈ ഭൂമുഖത്ത് വലിയ നിലനിൽപ്പില്ല എന്നതാണ് വാസ്തവം. ഈ കടബാധ്യത പരിഹരിക്കാൻ ചെയ്യാവുന്നത് വിദേശ ഏജൻസികളോടോ അയൽ രാജ്യങ്ങളോടോ കൈനീട്ടുക എന്നതാണ്. ഇത് തന്നെയാണ് പാകിസ്ഥാൻ ചെയ്തതും ശ്രീലങ്ക ചെയ്തതുപോലെ. കഴിഞ്ഞ വർഷം ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനോട്, ലോക ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന IMFനോട് കെഞ്ചുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. IMF അനുവദിച്ച 6.5 ബില്യൺ ഡോളേഴ്സ് ഇതുവരെ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. അത് എത്തിയാൽ തന്നെ പരിഹരിക്കാവുന്ന നിലയിലല്ല പാകിസ്ഥാൻ്റെ അവസ്ഥ. കാരണം കഴിഞ്ഞ പ്രളയത്തിൽ, ഏതാനും മാസം മുമ്പ് സംഭവിച്ച പ്രളയം, മോഹൻ വർഗീസ്, 20ലേറെ തവണയാണ് IMFൽ നിന്ന് പാകിസ്ഥാൻ സഹായം തേടിയത്. അതായത് അനുവദനീയമായതിൻ്റെ 20% കൈപ്പറ്റിക്കഴിഞ്ഞു എന്നർത്ഥം. അതായത് ഇനി വായ്പ നൽകുന്നതിൽ കടുത്ത ഉപാധികൾ ഉണ്ടാകും എന്ന് കേൾക്കുന്നു. ആ നിലയ്ക്കും പെട്ടുവോ പാകിസ്ഥാൻ? തീർച്ചയായും വായ്പ നൽകുന്നുവെങ്കിൽ ബ്രെട്ടൺ വുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസായ വേൾഡ് ബാങ്കും IMFും രാജ്യങ്ങൾക്ക് വായ്പ നൽകുമ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള ശേഷിയാണ് അവർ പരിഗണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം വൈകിയതിൻ്റെ കാരണം തന്നെ അതിനുള്ള ശേഷിയില്ലായ്മയാണ്. പാകിസ്ഥാൻ എല്ലാ രംഗത്തും തിരിച്ചടി നേരിടുകയാണ്. നോക്കുക, പാകിസ്ഥാൻ രൂപയുടെ മൂല്യം ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ പാകിസ്ഥാൻ രൂപയുടെ മൂല്യം സർവകാല ലോവസ്റ്റ് നിലയിൽ നിൽക്കുന്നു. 255 നിൽക്കുന്നു ഇന്നലെ. ഇന്ന് അത് 260 കൂപ്പുകുത്തിയിരിക്കുന്നു. അതായത് ഒരു ദിവസം കൊണ്ട് പാകിസ്ഥാൻ രൂപയുടെ മൂല്യത്തിൽ 24 രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് അമേരിക്കൻ ഡോളറുമായി തട്ടിച്ചു നോക്കുമ്പോൾ. ഓർക്ക് ആ സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത്, ഭാരതത്തിനും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഭാരതത്തിൻ്റെ $1 എന്ന് പറയുന്നത്, $1 എന്ന് പറയുന്നത് 3 രൂപ 4 രൂപയായിരുന്നപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം $1 3 രൂപയായിരുന്നു. ഇന്ത്യയുടെ കറൻസിയേക്കാൾ വിലയേറിയ കറൻസിയായിരുന്നു പാകിസ്ഥാൻ. അത് ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ്ക്ക് 81 രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 261 രൂപ കൊടുത്താലേ $1 ലഭിക്കൂ. അപ്പോൾ ഇന്ത്യയുടെ കറൻസിയുടെ 1/3 വാല്യൂ ആണ് അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ്റെ കറൻസിക്ക് ലഭിക്കുന്നത്. ഇത് ഒരു സൂചനയാണ്, പല സൂചനകളിലൊന്നാണ്. അത് കാണിക്കുന്നത് അടവശിഷ്ട നില, പാകിസ്ഥാൻ്റെ ബാലൻസ് ഓഫ് ട്രേഡ് ആകപ്പാടെ കൂപ്പുകുത്തിയിരിക്കുന്നു. കേവലം 3.5 ബില്യൺ ഡോളേഴ്സിൻ്റെ കരുതൽ ശേഖരം, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാത്രമാണ് പാകിസ്ഥാനിൻ്റെ കൈവശമുള്ളത്. അതുകൊണ്ടാകെ സാധിക്കുന്നത്
ഒരാഴ്ച കൂടിപ്പോയാൽ 2 ആഴ്ചത്തെ ഭക്ഷ്യധാന്യങ്ങളും അവശ്യ വസ്തുക്കളും വാങ്ങാനുള്ള പണം മാത്രമേ പാകിസ്ഥാൻ്റെ കൈവശമുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലായ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചയ്ക്ക് ശേഷം എങ്ങനെ മുന്നോട്ട് പോകും എന്നതാണ് ഒരു അന്തരാളാവസ്ഥ. ഈ അവസ്ഥ പരിഹരിക്കാൻ ഒരുപക്ഷെ കടലിൽ കായം കലക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ചൂട്ടരിച്ചാൽ കടൽ ജലം തിളയ്ക്കുമോ എന്ന് ചോദിക്കുന്ന പോലെയുമാണ് IMFൻ്റെ $6.5 ബില്യൺ ധനസഹായം ആനവായിൽ അമ്പഴങ്ങ എന്ന രീതിയിൽ മാത്രമേ നമുക്ക് കാണാനാവൂ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി നമ്മൾ കാണുന്നത് സാമ്പത്തിക അരാജകത്വത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ കാണുന്നത് രാഷ്ട്രീയ അസ്ഥിരതയാണ്. പാകിസ്ഥാനിൽ കൃഷ്ണരാജ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രധാനമന്ത്രിക്കും രാഷ്ട്രീയ വശത്തിലേക്ക് വരും മുമ്പ് ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഈ രൂപയുടെ മൂല്യം വല്ലാതെ ഇടിഞ്ഞു പോയത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നാണ്. അതായത് എങ്ങനെയും സഹായം നേടാനുള്ള ഫണ്ടുകൾ സ്വീകരിക്കാനുള്ള ഷഹബാസ് ഷെരീഫിൻ്റെ ഒരു തന്ത്രമായി അതിനെ വിലയിരുത്തുന്നവരും ഉണ്ട്. ഫണ്ടുകൾ സ്വീകരിക്കുന്ന രൂപയുടെ മൂല്യം വളരെ താണു നിൽക്കുമ്പോൾ മാത്രമേ വായ്പാ ദാതാക്കൾക്ക് വായ്പ നൽകാൻ ഉത്സാഹമുണ്ടാവൂ. അതുകൊണ്ട് രൂപയുടെ നിലവാരം താണു നിന്നെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും വായ്പ എടുക്കാനാവൂ. അതൊരു വശം. അത് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു നല്ല മുഖം, ഒരു ശാന്തമുഖം കാട്ടേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാവണം കഴിഞ്ഞ വിശാലാർത്ഥത്തിൽ സാധ്യമാണോ? ഒരുപക്ഷെ ചൈന വരെ അതിനപ്പുറത്തേക്ക് ആ ശാന്തമുഖം ഇത്ര എളുപ്പം സ്വീകാര്യമാകുമോ? ഭാരതത്തോടെ ഒരു ചെറിയ ഒലിവില കാട്ടിയത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. 2 ആഴ്ച മുമ്പ് ശ്രീ ഷഹബാസ് ഷെരീഫ് തൻ്റെ UAE സന്ദർശന വേളയിൽ UAE ഷെയ്ഖിനോടൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞു, UAEയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഭാരതവുമായി തർക്കവിഷയങ്ങൾ, കാശ്മീർ ഉൾപ്പെടെയുള്ള തർക്കവിഷയങ്ങൾ സംസാരിക്കാൻ സന്നദ്ധമാണ്. ഇന്ത്യ നിലപാട് അതേ നിലപാട് ആവർത്തിച്ചതും അതുകൊണ്ടാവും അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത നിലപാടാണ്. ഭാരതം എക്കാലത്തും ഉഭയകക്ഷി ചർച്ചകൾക്ക് സന്നദ്ധമാണ്. പക്ഷേ കാശ്മീർ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അവിഭാജ്യ ഭൂമിയാണ്. കാശ്മീരിൽ ഭാരതത്തിൻ്റെ കൈവശമിരിക്കുന്ന കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയും ഭാരതം കാണുന്നില്ല. എന്നാൽ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പ്രസക്തി കാണുന്നുണ്ട്. ഇവിടെ ഉഭയകക്ഷി ചർച്ചയല്ല പ്രപ്പോസ് ചെയ്തത്, മറിച്ച് UAE എന്ന ചെറിയ രാജ്യത്തിൻ്റെ മധ്യസ്ഥതയിൽ ഭാരതവുമായി ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ ആകെ ഒരു മുഖം മെനുക്കൽ മാത്രമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ അയൽ രാജ്യവുമായ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ആർമിക്ക് വേണ്ടി GDPയുടെ വലിയൊരു ശതമാനം ചിലവഴിക്കുന്നത് കുറച്ചുകൊണ്ട് ഞങ്ങൾ സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊള്ളാം എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നതിന് തുല്യമാണ് ഭാരതത്തോട് കാട്ടിയ ആ മൃദു സമീപനം. അതിനെ നമ്മൾ സാമ്പത്തികമായ യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ 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 സാമ്പത്തിക വിപത്തിലേക്ക് നമുക്ക് വിരൽ ചൂടാനാവുന്നത്. അതായത് ഇതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വല്ലാത്ത ഇന്ത്യ വിരുദ്ധത കാരണം സ്വന്തം നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാതെ പോയ ഭരണാധികാരികളാണ് ഈ തിരിച്ചടികൾക്കൊക്കെയും പ്രധാന കാരണം. തീവ്ര ഇന്ത്യ വിരുദ്ധത പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൻ്റെ പ്രാണവായുവാണ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഇമ്രാൻഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി ആയിക്കൊള്ളട്ടെ, പാക് മുസ്ലിം ലീഗ് നവാസ് ഷെരീഫിൻ്റെയും ഷഹബാസ് ഷെരീഫിൻ്റെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, ഇന്ത്യ വിരുദ്ധതയിൽ കെട്ടിപ്പൊക്കിയ ഒരു സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ അത് മാത്രമേ വോട്ടുകൾ നേടാൻ സഹായിക്കൂ. അതുകൊണ്ട് തന്നെ ഭാരതവുമായി മൃദു സമീപനം സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് രാഷ്ട്രീയ മരണം എന്നതാണ് അവിടുത്തെ തത്വം. അതുകൊണ്ടാവണം പാകിസ്ഥാൻ എപ്പോഴും ഭാരതവുമായി പൊതുവെ പറയുമ്പോൾ ഭാരതവുമായി കർശനമായ നിലപാടാണ് എടുക്കുന്നത്. പക്ഷേ ഒരു ക്ഷമയുടെ നെല്ലിപ്പലകയും തകർന്നതുകൊണ്ടാവണം 2 ആഴ്ച മുൻപ് ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി നിന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരിക്കലും ഗൗരവമായ ചർച്ചയ്ക്കുള്ള ക്ഷണമായിരുന്നില്ല. അതൊന്നും കൂടി ഭാരതം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭാരതം അതിനോട് പ്രതികരിക്കാതിരുന്നത്. പക്ഷേ മോഹൻ വർഗീസ്, ഈ വിഭജന സമയത്ത് ഒരു ചരിത്രം പരിശോധിച്ചാൽ വിഭജന സമയത്ത് ഇന്ത്യയായിരുന്നു വലിയ പ്രതിസന്ധി നേരിട്ടത് എന്നാണ്. അതായത് വൈവിധ്യം, വിവിധ മതങ്ങൾ, ഭൂമി ശാസ്ത്രപരമായ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യയ്ക്കായിരുന്നു ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നത്. പാകിസ്ഥാനാകട്ടെ ആ വഴിക്ക് ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണുമായി അവർ മാറി നിന്നു എന്നാണ് കഥ. നോക്കൂ, അത്രയേറെ അനുകൂല സാഹചര്യങ്ങൾ ജന്മനാ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഈ വിധത്തിൽ തരിപ്പണമായതെങ്ങനെ? വിഭജനം വലിയ മുറിവുകളാണ് 2 രാജ്യങ്ങളിലും ഉണ്ടാക്കിയത്.
ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണരാജ് സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. വൈവിധ്യങ്ങളുടെ വിളനിലമായ ഭാരതത്തിന് തങ്ങളുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന് ഏറെ സമയം വേണ്ടിവരും. പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഏറെ അധ്വാനം വേണ്ടിവരും. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മുടെ ആസ്തികളുടെയും ബാധ്യതകളുടെയും വിതരണത്തിന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എടുത്ത നീതിപൂർവമായ നിലപാട് കൊണ്ട്, നിഷ്പക്ഷമായ നിലപാട് കൊണ്ട് പാകിസ്ഥാൻ അർഹമായ അവകാശങ്ങൾ അവിടെ ലഭിക്കുകയുണ്ടായി. ഭാരതം വലിയ വിട്ടുവീഴ്ചയാണ് അവിടെ ചെയ്തത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഹെഡ് സ്റ്റാർട്ട് കിട്ടേണ്ടതാണ്. അത് മാത്രമല്ല, കുറച്ചുകൂടെ മാനേജ് ചെയ്യാവുന്ന പോപ്പുലേഷനാണ്. ഇന്ന് പോലും 25, ഭാരതത്തിൻ്റെ പോപ്പുലേഷൻ 1.37 ബില്യനാണ്, 137 കോടിയാണ്. പാകിസ്ഥാൻ്റെ 25 കോടിയിൽ നിൽക്കുന്നു. കുറച്ചുകൂടെ മാനേജ് ചെയ്യാവുന്ന ഒരു ജനസംഖ്യ, അതുപോലെ തന്നെ മാനേജ് ചെയ്യാവുന്ന ഭൂപ്രദേശം. 5 ഖണ്ഡങ്ങളാണല്ലോ ഉള്ളത്. പഞ്ചാബ് എന്ന പ്രധാന പ്രദേശം, കാർഷിക വിളഭൂമിയായ പഞ്ചാബ്, വ്യാവസായിക പ്രദേശമായ കറാച്ചി ഉൾപ്പെടുന്ന സിന്ധ് മേഖല, ഊഷരഭൂമിയായ ബലൂചിസ്ഥാൻ, പിന്നെ കാശ്മീരിൻ്റെ ചില മേഖലകളും അവരവരുടേതെന്ന് പറയുന്ന കാശ്മീരിൻ്റെ മേഖലകൾ, പിന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, വലിയ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഖൈബർ പഷ്തൂൺഖ എന്ന് പറയുന്ന നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. ഇവിടെയെല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ ഒതുക്കമുള്ള ഒരു ഭൂമി എന്ന നിലയിൽ, കുറച്ചുകൂടി ഒരു മതാധിഷ്ഠിതമായ പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യം എന്ന നിലയിൽ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ആകാവുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഭാരതം അതിൻ്റെ സെക്യുലർ കാഴ്ചപ്പാടിൽ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാൻ ഏറെ ചാലഞ്ച് ചെയ്തപ്പോൾ പാകിസ്ഥാന് ലഭിച്ച മുൻതൂക്കം മുതലെടുക്കാൻ, പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉൾപ്പെടെ ലഭിച്ച മുൻതൂക്കം മുതലെടുക്കാൻ നയപരമായ കാരണങ്ങളാൽ പാകിസ്ഥാന് കഴിഞ്ഞില്ല. അന്ധമായ ഭാരത വിരോധമാണ് അതിനുള്ള പ്രധാന കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ശ്രീ സി പി ജോൺ കൂടി ഒപ്പം ചേരുന്നു. ശ്രീ സി പി ജോൺ, ഈ ശ്രീലങ്കയിലേക്കുള്ള ദൂരം കുറയുന്നുവോ പാകിസ്ഥാൻ? ശ്രീലങ്കയേക്കാൾ ക്രൈസിസ് ആണ് പാകിസ്ഥാൻ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ശ്രീലങ്കയിൽ പണമുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ഉള്ളൂ. കാരണം ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. വളരെ ഗുരുതരമായിരുന്നു 40 വർഷക്കാലം മുമ്പ് ശ്രീലങ്കയുടെ സ്ഥിതി. അതുകൊണ്ട് ഇന്നത്തെ ശ്രീലങ്ക ധനപരമായ ഒരു പ്രതിസന്ധി മാത്രമാണ് നേരിടുന്നത്. മറ്റ് രാഷ്ട്രീയ പ്രതിസന്ധികളൊക്കെ അവർക്ക് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ അതല്ല. പാകിസ്ഥാനിലെ ഒരു മിലിറ്ററി ജൂണ്ട എന്നൊക്കെ നമ്മൾ നമ്മുടെ ദക്ഷിണാമേരിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ ഈ മിലിറ്ററി നേതൃത്വത്തിൻ്റെ അവരുടെ കയ്യിൽ പാകിസ്ഥാൻ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാനിലെ ജനാധിപത്യം കൊണ്ടെന്ന് പറയും. പക്ഷേ ഞാനതിനെ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ സെൻട്രൽ ജയിലിലെ ഫുട്ബോൾ കളി പോലെയാണ്. സെൻട്രൽ ജയിലിലുള്ള തടവുകാരെയൊക്കെ വിളിച്ച് 2 ടീമാക്കി എല്ലാവരെയും കാണികളാക്കായിട്ട് ഇരുത്തി 22 പേരൂടെ കളിക്കുന്നു. ആര് ജയിച്ചാലും തോറ്റാലും കാണികളും കളിക്കാരും എല്ലാം 5 മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മണി കഴിയുമ്പോൾ ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് പറഞ്ഞതുപോലെ അവിടെ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ അവർ ഇലക്ഷന് വിടും. ഇലക്ഷൻ വിട്ട് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ കഴിയുമ്പോൾ അവർ പാർലമെന്റ് പിരിച്ചുവിടും. എന്തിന്? സുപ്രീം കോടതി തന്നെ പിരിച്ചുവിടും. അപ്പോൾ പാകിസ്ഥാന്റെ ഭരണഘടനയുടെ അകത്തുള്ള ആ സൈനിക നേതൃത്വത്തിന്റെ പിടി, അത് മതനേതൃത്വത്തിന്റെയും സൈനിക നേതൃത്വത്തിന്റെയും സംയുക്തമായ പിടി, അതിൽ ഇന്ന് സൈനിക നേതൃത്വമാണ് മുന്നിട്ട് നിൽക്കുന്നത് മത നേതൃത്വത്തെക്കാളും. അവര് ഇന്ന് പാകിസ്ഥാനെ ഊറ്റി കുടിക്കുകയാണ്. അവരുടെ മക്കളും ബന്ധുക്കളും സിൽബന്ദികളും ഒക്കെ ലോകത്തിന്റെ ഏറ്റവും വലിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് സ്വിസ് ബാങ്കുകളിലും അതുപോലെ തന്നെ ലണ്ടനിലും ഒക്കെ പോയി പണം നിക്ഷേപിക്കുകയും ഇന്ത്യ വിരോധം എന്ന് പറയുന്ന ചീട്ട് കാണിച്ചുകൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കുകയും അണുവായുധങ്ങൾ ഉണ്ടാക്കുകയും എന്തും ചെയ്യുക. അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും പാകിസ്ഥാൻ ഇന്ത്യയെക്കുറിച്ച് പറയും. അപ്പോൾ ഇതിൽ നിന്ന് പാകിസ്ഥാൻ എന്ത് സംഭവിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യക്ക് പഠിക്കാനുള്ള പാഠങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു അടുത്ത രാജ്യത്തെക്കുറിച്ചുള്ള ഹെയ്റ്റ്, ആ ഹെയ്റ്റ് ഡ്രിവൺ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതല്ല. അതിന്റെ ഫലമായിട്ട് ഇന്ന് പാകിസ്ഥാൻ ഇക്കോണമി വലിയ ക്രൈസിസിലേക്ക് പോയി. അത് മാത്രമല്ല, ഇപ്പോൾ വന്നിട്ടുള്ള പ്രകൃതി ദുരന്തം, അത് മഴ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളും കേരളത്തിൽ കണ്ടല്ലോ 2018 മഴ. അതിന് മുമ്പ് പെയ്ത മഴ പോലെയൊന്നുമല്ലല്ലോ. പാകിസ്ഥാനിൽ പെയ്ത മഴ നമ്മുടെ കേരളത്തിൽ 2018 പെയ്ത മഴയേക്കാൾ 10 ഇരട്ടി അപകടമായിരുന്നു. അവിടുത്തെ ഭൂമിയുടെ അല്ലെങ്കിൽ ഭൂപ്രദേശത്തിന്റെ മൂന്നിലൊന്ന്, ആ മൂന്നിലൊന്ന് പ്രദേശവും മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ നാട് വെള്ളത്തിലായി. 100 കണക്കിന് ആൾക്കാർ മരിച്ചു. അവിടുത്തെ ഹെഡ് കൗണ്ട് എത്ര പേര് മരിച്ചു, കന്നുകാലികൾ ചത്തു, ഇതിന്റെ കൃത്യമായ കണക്കുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതോടുകൂടി ഈ സ്വതവേ ദുർബലയായിരുന്ന പാകിസ്ഥാൻ പ്രകൃതിയുടെ അടി കൂടെ കിട്ടിയതോടുകൂടി തകർന്നടിഞ്ഞു. ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നല്ല നല്ല സദ്വർത്തമാനങ്ങളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും ഒരു ഡിപ്ലോമാറ്റിക് ആംഗിളിൽ നോക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അവരോട് നമുക്ക്
മനുഷ്യത്വപരമായ അവിടെ കഷ്ടപ്പെടുന്ന ആളുകൾ, അത് ഏത് രാജ്യത്തെ ഭരണാധികാരികളുടെ കീഴിലും സാധാരണക്കാരാണല്ലോ കഷ്ടപ്പെടുന്നത്. അവർക്ക് വേണ്ട ഫുഡോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട വസ്ത്രങ്ങളോ, തണുപ്പ് മാറ്റാനുള്ള വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും നല്ല തണുപ്പല്ലേ, അതൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഐക്യരാഷ്ട്രസഭ ശ്രമിച്ചാൽ അതിലൊക്കെ ഇന്ത്യയുടേതായിട്ടുള്ള പങ്ക് വഹിക്കണം എന്നാണ് അഭിപ്രായം. എങ്കിലും പാകിസ്ഥാന്റെ മധുരവർത്തമാനങ്ങളൊന്നും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ പറയുന്നവർക്ക് അവിടെ ഒരു മാൻഡേറ്റും ഇല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആരും ആവട്ടെ, ഇന്ത്യയിലുള്ള മാൻഡേറ്റ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പാകിസ്ഥാനിലില്ല. ഇന്ത്യയുമായി ചങ്ങാത്തത്തിന് ശ്രമിച്ചു എന്നുള്ളതിന് അദ്ദേഹത്തെ ചിലപ്പോൾ തൂക്കിക്കൊന്നു വരാം. നമുക്കറിയാലോ, ഭൂട്ടോയെ തൂക്കിക്കൊന്നു. അതുപോലെ തന്നെ ബനാസീർ ഭൂട്ടോ മരിച്ചത് ഇപ്പോഴും ഒരു സംശയത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നവാസ് ഷെരീഫ്, അദ്ദേഹം പ്രശ്നത്തിലായി. അതിനിടയ്ക്ക് വന്ന പട്ടാള മേധാവി, അദ്ദേഹം പ്രശ്നത്തിലായി. അദ്ദേഹം ഇവിടെ ഇന്ത്യയുമായിട്ടൊക്കെ വളരെയധികം സംസാരിക്കാനൊക്കെ വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുമായി സംസാരിക്കുന്ന ആരുടെയും ജീവിതവും ജീവനും അവിടെ അപകടത്തിലാണ്. അതുകൊണ്ട് അവർ നടത്തുന്ന പ്രസ്താവനകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇൻ ദ ലോങ് റൺ പാകിസ്ഥാനിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യാവിരോധം കൊണ്ടും കാര്യമില്ല, മതാന്ധത കൊണ്ടും കാര്യമില്ല, സൈനികാധിപത്യം കൊണ്ടും കാര്യമില്ല. ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയായി പാകിസ്ഥാൻ മാറുക എന്നതല്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പോംവഴിയും പാകിസ്ഥാനില്ല. ശരി, ശ്രീ എ എം ഷിനാസ് കൂടിയൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം ഷിനാസ്, അതായത് ഈ നിലവിലത്തെ അവസ്ഥയിൽ പാകിസ്ഥാന് മറ്റു രാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ വിദേശ സഹായം വേണം എന്നുറപ്പാണ്. അല്ലാതെ സ്വയം എഴുന്നേറ്റു നിൽക്കാൻ പാകിസ്ഥാന് അടുത്തിടെയെങ്ങാനും സാധിക്കുമോ? അത് തീർച്ചയായും സാധിക്കില്ല. ഞാൻ നേരത്തെ CP ജോൺ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. പാകിസ്ഥാൻ മിലിറ്ററിയെ കുറിച്ച് മിലിറ്ററി ഇങ്ക് ഇൻസൈഡ് ദി മിലിറ്ററി ഇക്കോണമി ഓഫ് പാകിസ്ഥാൻ എന്ന ഒരു പുസ്തകം ആയിഷ സിദ്ദിഖ എന്ന ഹിസ്റ്റോറിയൻ എഴുതിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ആ പുസ്തകത്തിൽ ദ മിലിറ്ററി ഇക്കോണമി ഓഫ് പാകിസ്ഥാൻ, അത് പാകിസ്ഥാനിലെ കൃഷി മുതൽ സമസ്ത മേഖലകളും നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനിലെ സൈന്യമാണ് എന്ന് സ്ഥാപിക്കുന്ന പുസ്തകമാണ്. മാത്രമല്ല അതിൽ മിൽ ബസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഓഫീസ് കാഡേഴ്സ്, സാധാരണ സോൾജേഴ്സ് അല്ല, ഓഫീസ് കാഡേഴ്സിന് മാത്രം ബജറ്റിൽ അക്കൗണ്ട് ചെയ്യപ്പെടാത്ത $20 ബില്യൺ കഴിഞ്ഞ 22 വർഷത്തിനുള്ളിൽ $20 ബില്യൺ പാകിസ്ഥാനിന്റെ ഈ ഓഫീസ് കാഡേഴ്സിന് മാത്രം വിനിയോഗിക്കപ്പെട്ടു. അത് പാകിസ്ഥാന്റെ ഒരു ബജറ്റിലും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഈ ഇൻസൈഡ് ദി പാകിസ്ഥാൻസ് മിലിറ്ററി ഇക്കോണമി എന്ന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, പാകിസ്ഥാന്റെ വാസ്തവത്തിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ ഭരണാധികാരി നമുക്കറിയാം, പ്രധാനമന്ത്രിയല്ല. ഇപ്പോൾ മൈക്ക് പോംപിയോ ബാലക്കോട്ട് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയപ്പോൾ ഹാനോയിൽ നിന്ന്, ഉത്തര കൊറിയയുമായിട്ട് ആണവ ചർച്ചകൾ നടത്താൻ ഹാനോയിൽ നിന്ന് രാത്രിക്ക് രാത്രി ഇവിടെ സുഷമ സ്വരാജിനെ അല്ല വിളിക്കുന്നത്, അജിത് ഡോവലുമായി സംസാരിക്കുന്നു. സുഷമ സ്വരാജിനെ പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നമുക്കറിയാം. അദ്ദേഹം അവിടെ സംസാരിച്ചത് പാകിസ്ഥാന്റെ മിലിറ്ററി ജനറലായ ബജ്വയോട്. അങ്ങനെയാണ് അത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ ഈ പാകിസ്ഥാൻ മിലിറ്ററിയാണ് വാസ്തവത്തിൽ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയും നിയന്ത്രിക്കുന്നത്. ഇപ്പൊ ഫ്ലഡ്സ് ഉണ്ടായി 2002 ജൂൺ മുതൽ ഒക്ടോബർ വരെ ഏതാണ്ട് 33 മില്യൺ പാകിസ്ഥാൻകാരെ ബാധിച്ച അതിഭീകരമായ പ്രളയം പാകിസ്ഥാനിലുണ്ടായി. അതൊക്കെ ശരി തന്നെ. പക്ഷെ അത് പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ ത്വരിതപ്പെടുത്തി എന്നതാണ് കാര്യം. പക്ഷെ പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാനിലെ സൈന്യവും പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും കഴിഞ്ഞ 3 പതിറ്റാണ്ടായി സൃഷ്ടിച്ച് എടുത്തതാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. സ്ട്രാറ്റജിക്കലി വളരെ തന്ത്രപരമായി ലൊക്കേറ്റ് ചെയ്യപ്പെട്ട രാജ്യമാണ്. മാത്രമല്ല പാകിസ്ഥാൻ കുറെ കാലമായി 1950-കൾ മുതലെങ്കിലും പാകിസ്ഥാന്റെ സാമ്പത്തിക ജീവനാഡി എന്ന് പറയുന്നത് അമേരിക്കൻ ധനസഹായമായിരുന്നു.
ആ അമേരിക്കൻ ധനസഹായം ക്രമേണ വറ്റുകയും വറ്റി എന്നല്ല, ക്രമേണ ഇപ്പോഴും അമേരിക്കയോടും IMF-നോടുമാണ് കൈ നീട്ടുന്നത് പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാൻ മിലിറ്ററി ഒന്നാം പ്രതി, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒന്നാം പ്രതി പാകിസ്ഥാന്റെ കൃഷി ഉൾപ്പെടെയുള്ള സമസ്ത സാമ്പത്തിക മേഖലകളും നിയന്ത്രിക്കുന്ന സൈന്യമാണ്. രണ്ടാം പ്രതി പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വവും. അപ്പൊ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പാകിസ്ഥാൻ സ്വയം കുഴിച്ച ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കുഴിയുടെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ മിലിറ്ററിയും പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും ഒരുമിച്ച് സൃഷ്ടിച്ചെടുത്തതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഏറെക്കാലമായി അമേരിക്കയുടെ IMF-ന്റെ പാകിസ്ഥാൻ ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ കൊടുക്കുന്നു $3 ബില്യൺ, $4 ബില്യൺ. അങ്ങനെ പരാശ്രയ ജീവിതം നയിച്ചു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ കഴിഞ്ഞ കൊല്ലമുണ്ടായ ഈ ഫ്ലഡ്സ്, പ്രളയം, അതുപോലെ കാര്യങ്ങളൊക്കെ സ്ഥിതി വഷളാക്കി എന്നത് ശരിയാണ്. ഫോറക്സ് റിസർവ്സ് കുത്തനെ ഇടിഞ്ഞു. ഒന്നും വാങ്ങാൻ പ്രളയകാലത്ത് തന്നെ പാകിസ്ഥാൻ ഒരുപാട് ചരക്കുകൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണ്. പാകിസ്ഥാന്റെ ഫോറിൻ റിസർവ്സ് വളരെ കുറവാണ്, ഒന്നിനും വയ്യ. ഡെപ്റ്റ് ഡിഫോൾട്ടിലേക്ക് നീങ്ങുകയാണ്. അപ്പൊ പാകിസ്ഥാൻ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ശരി, ഞാൻ അതിലേക്ക് മടങ്ങി വരാം. ശ്രീ മോഹൻ വർഗീസ്, ഈ 10 വർഷത്തിനിടെ 5 പ്രധാനമന്ത്രിമാർ, ആരും കാലാവധി പൂർത്തിയാക്കുന്നില്ല. ഇടയ്ക്കിടെ പട്ടാളമുണ്ടാക്കുന്ന പ്രതിസന്ധികൾ. നേരത്തെ അങ്ങ് പറഞ്ഞു വന്നതുപോലെ രാഷ്ട്രീയ അസ്ഥിരതയാണോ പാകിസ്ഥാൻ ഈ അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ ഒന്നാമത്തെ കാരണം? ഇവിടെ ശ്രീ CP ജോണും അതുപോലെ ഷിനാസും സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ഒരു വ്യവസ്ഥ നമ്മൾ ആഴത്തിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ ദുരവസ്ഥയുടെ അടിസ്ഥാന കാരണം സൈന്യം തന്നെയാണ്. സൈന്യം ഒരു കാലത്തും പാക് രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു സ്വയം നിർണയ അവകാശം കൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ സൈന്യവുമായി ചേർന്ന് പോകുന്ന ഒരു സെമി പാവ ഭരണകൂടത്തിന് മാത്രമേ രാഷ്ട്രീയമായി അസ്തിത്വമുള്ളൂ. ഇമ്രാൻഖാൻ തന്നെ, മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ തന്നെ അധികാരത്തിൽ വന്നത് സൈന്യത്തിൻ്റെ ഒത്താശയോടുകൂടിയാണ്. സൈന്യത്തിന് അഭിമതനായ ആളെന്നുള്ള നിലയിലാണ്. സൈന്യവുമായി എപ്പോൾ തെറ്റി ആ നിമിഷം സൈന്യത്തിൻ്റെ കണ്ണിലെ കരടായി. സൈന്യത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ജനഹൃദയത്തിൽ ആഴത്തിൽ ഇടം പിടിക്കാം എന്ന ഇമ്രാൻ്റെ മോഹമാണ്, വെറും വ്യാമോഹമാണത് എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യം അതിനെ നിരോധിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ മേൽ ബക്കറ്റ് കണക്കിന് വെള്ളമൊഴിച്ച് ഇമ്രാൻഖാനെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്തത് സൈന്യം തന്നെയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഓരോ രാഷ്ട്രീയ നീക്കവും നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സൈന്യവും ISIയും തമ്മിലുള്ള ഇടപാടുകൾ. ഇന്റർ സർവീസ് ഇൻ്റലിജൻസ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ ശക്തമായ ഇൻ്റലിജൻസ് സംവിധാനമുള്ള രാജ്യം കൂടിയാണ്. അപ്പോൾ സൈന്യത്തിൽ നിന്നും റിട്ടയർ ചെയ്ത മേജർ സീനിയർ ഒഫീഷ്യൽസ് തന്നെയാണ് ISIയുടെ തലപ്പത്തിൽ വരുന്നത്. സൈന്യവും ISIയും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് ISIയും ടെറർ ഗ്രൂപ്പുകളുമായി, അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനുമായും മറ്റ് ടെറർ ഗ്രൂപ്പുകളുമായും കാശ്മീരിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുമായും ഒക്കെയുള്ള ISIയുടെ ബന്ധം. അപ്പോൾ ഇതൊരു വലിയ വിഷ്യ സർക്കിളാണ്. ഒരു വശത്ത് നമ്മൾ കാണുന്ന ജനകീയ മുഖങ്ങളായ പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം, മറുവശത്ത് സൈന്യം അവരെ നിയന്ത്രിക്കുന്ന തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ നേരിട്ട് വരികയും. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഒരു 30 വർഷത്തോളം എങ്കിലും സൈന്യമാണ് അധികാരത്തിൽ വന്നത്. മിലിറ്ററി ജുണ്ട, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മിലിറ്ററി ജുണ്ടകൾ പലപ്പോഴും വന്നു. സിയാഉൽ ഹക്ക് വന്നു, അതുപോലെ തന്നെ മുഷറഫ് വന്നു, അയൂബ് ഖാൻ്റെ വന്നു. അപ്പോൾ ഇങ്ങനെ പല മിലിറ്ററി ജനറൽമാരുടെ ഭരണം നമ്മൾ കണ്ടു. അതുകൊണ്ട് നേരിട്ട് ഭരണം ഒന്നുകിൽ ഏറ്റെടുക്കുകയും അത് സാധിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തെ ചുമതലയേൽപ്പിച്ച് പിന്നിൽ നിന്ന് കളിക്കുകയും ചെയ്ത് സൈന്യത്തിന് വലിയ തോതിലുള്ള നേട്ടങ്ങളുണ്ടായി. സൈന്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു കൂട്ടം ആളുകളാണ്. അതിൻ്റെ പ്രധാന പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പഞ്ചാബിലെ സൈനിക നേതൃത്വമാണ്. കാരണം പഞ്ചാബിൽ നിന്നാണ് സൈന്യത്തിൻ്റെ കാതലായ തസ്തികകളിലേക്ക് ആളുകൾ വരുന്നത്. ഭാരതത്തിൽ നോക്കുക, ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ നമ്മൾ ചേരുന്നത് ഒന്നുകിൽ IITസിലാണ്, അല്ലെ IIMലാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ ഒക്കെയാണ്, അല്ലെങ്കിൽ സിവിൽ സർവീസിലേക്കാണ്. പക്ഷേ പാകിസ്ഥാനിൽ ഏറ്റവും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആർമിയിലൊരു കരിയറാണ്, കരസേനയിലെ ഒരു കരിയറാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ $20 ബില്യൺ കരസേനയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാകിസ്ഥാൻ ചെലവഴിച്ചത്. അത് അത്രയും വരുമാനം, കണക്കിൽ കൊള്ളാത്ത, ബഡ്ജറ്റിൽ കാണിക്കാത്ത അത്രയും വലിയ തുക സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ട് സൈന്യം വല്ലാതെ തടിച്ചു കൊഴുക്കുകയാണ്.
അതിനോടൊപ്പം തന്നെയാണ് പർച്ചേസ് ഡിസിഷൻസിൽ ഇന്ത്യയുമായുള്ള പാരിറ്റിയിൽ തട്ടി നിൽക്കാൻ വേണ്ടി സൈന്യം വലിയ തോതിലാണ് സമ്മർദ്ദം ചെലുത്തി വലിയ തോതിലാണ് ആംസ് ആൻഡ് അമ്യൂണീഷൻസ് വാങ്ങിക്കൂട്ടുന്നത്. അതുകൊണ്ട് അമേരിക്കയോടുള്ള നയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, വിദേശ നയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവസാന വാക്ക് സൈന്യമാണ്. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അസ്ഥിരതയ്ക്ക് പിന്നിലെ പ്രധാന കാരണം സൈന്യത്തിൻ്റെ ഇടപെടലാണ്. അത് മാത്രമല്ല, രാഷ്ട്രീയ നേതൃത്വവും സൈന്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ISIയുമായി ചേർന്ന് നിൽക്കുന്ന തീവ്ര ഗ്രൂപ്പുകളും ഇതെല്ലാം തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇതെവിടെയെങ്കിലും വിള്ളൽ വീണാൽ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടത് ഇവരൊന്നുമല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ്റുകൾ വാഴില്ല, ഒരു ബനാന റിപ്പബ്ലിക്കായി എപ്പോഴും വലിയ കാറ്റടിക്കുമ്പോൾ വാഴ ഒടിഞ്ഞു വീഴുന്നത് പോലെ ബനാന റിപ്പബ്ലിക്കായി പാകിസ്ഥാൻ മാറിയത് ഒരുപക്ഷെ അതുകൊണ്ടാണ്. അതാണ് രാഷ്ട്രീയ അസ്ഥിരതയുടെ ആഴതലങ്ങളിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം. ശരി, ശ്രീ CP ജോൺ, ഈ കടുത്ത ഇന്ത്യ വിരോധം കാരണം പ്രതിരോധത്തിന് അമിത പ്രാധാന്യം നൽകുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഈ പാകിസ്ഥാനോട് ചേർന്ന് നിന്ന് ആയുധ കച്ചവടത്തിനടക്കം പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ അവരെ സമർത്ഥമായി മുതലെടുക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അതിൽ പാകിസ്ഥാൻ ആദ്യം രൂപീകരിച്ചപ്പോൾ നമ്മളെപ്പോലെയല്ല അവർ തുടങ്ങിയത്. അവർ കോമൺവെൽത്തിൻ്റെ ഭാഗമായി നമ്മളും കോമൺവെൽത്തിൻ്റെ ഭാഗമാണ്. അവർ ബ്രിട്ടീഷ് ക്രൗണിനെ അവരുടെ രാജ്ഞിയായിട്ട് അംഗീകരിച്ചു, എലിസബത്തിനെ. അപ്പോൾ എലിസബത്ത് രാജ്ഞി അവരുടെ രാജ്ഞിയാണ് എന്ന് അംഗീകരിച്ച് ഓസ്ട്രേലിയയെ പോലെ കാനഡയെ പോലെ പാകിസ്ഥാൻ ബ്രിട്ടീഷുകാരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ ഐഡ് ബോയ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു ഇഷ്ടപ്പെട്ട കുട്ടിയായിട്ട് നിന്നു. പിന്നെ പാകിസ്ഥാനിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ ബലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു, അവർക്ക് നല്ല സ്ഥലങ്ങളാണ് കിട്ടിയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവർ രാജ് എന്ന രീതിയിൽ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ അവസാനിച്ചപ്പോൾ ഒരു റിമൈനിങ് രാജ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. ഇന്ത്യ അവരുടെ സാമ്രാജ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയി, പക്ഷെ പാകിസ്ഥാൻ പോയിട്ടില്ല. അന്നത്തെ പാകിസ്ഥാൻ നമ്മുടെ ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ ചേർന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ബ്രിട്ടീഷുകാരുടെയും അമേരിക്കക്കാരുടെയും ഒരു നല്ല കുട്ടിയായിട്ട് പാകിസ്ഥാൻ നിന്നു. അത് കുറേ കാലം മുന്നോട്ട് പോയി. ഇപ്പോഴും ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, അവരുടെ ഏറ്റവും വലിയ വിമാനങ്ങൾ B-16 വിമാനങ്ങൾ, ബോംബർ വിമാനങ്ങളൊക്കെ അമേരിക്ക നേരിട്ട് പാകിസ്ഥാന് കൊടുത്ത് നമ്മളെ എപ്പോഴും വേണമെങ്കിലും ഡൽഹിയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ആയുധമണിയിക്കുക, അതായത് അവരെ ആം ചെയ്യുക എന്നുള്ളത് അവരുടെ നാറ്റോയുടെയും അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ ഒരു രസകരമായ ഒരു കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് അടുത്ത ഫേസ് വരുന്നത് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വന്നപ്പോൾ അമേരിക്ക എന്താ ചെയ്തത്? അവിടെ താലിബാനെ വളർത്തി. എവിടെ? ഈ അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പോൾ അമേരിക്ക ഭയങ്കരമായ നിലവിളിയൊക്കെ നടത്തി അതിന് വലിയ ലോകത്തെ ഞങ്ങളിപ്പോൾ രക്ഷപ്പിക്കാൻ പോകുക പറയുന്നുണ്ട്. പക്ഷെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ അന്ന് ഈ താലിബാനെ വളർത്തണമെങ്കിൽ അവർക്കൊരു ബേസ് വേണം. ആ ബേസായിട്ട് പാകിസ്ഥാൻ മാറി. അവസാനം ബിൻ ലാദനും പാകിസ്ഥാനിലാണല്ലോ ഉണ്ടായത്. അതും ആ കളിയും അവരുടെ പാശ്ചാത്യ നേതൃത്വത്തിൻ്റെ കളികൾ തെറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ചൈന 78 ശേഷം വളരെ വലിയൊരു ഫോഴ്സായിട്ട് വന്നു, ലോകത്ത് പ്രധാനപ്പെട്ട ഒരു രാജ്യമായപ്പോൾ ചൈന പാകിസ്ഥാനെ സഹായിക്കാനായിട്ട്. അതെന്തിനാ? ഇന്ത്യയെ എതിർക്കുന്ന ഒരു രാജ്യം, ശത്രുവിൻ്റെ ശത്രു, ഇന്ത്യ മുഖ്യ ശത്രു, ചൈന. അപ്പം പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു, അപ്പോൾ ചൈനയുടെ ബന്ധു എന്ന രീതിയിൽ ചൈനയും പാകിസ്ഥാനെ വളരെയധികം സഹായിച്ചു. ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളായി, അഫ്ഗാനിസ്ഥാൻ അമേരിക്കയ്ക്ക് ഒരു ബുദ്ധിമുട്ടായി. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പാകിസ്ഥാനെ ചൈനയ്ക്ക് കൂടി താല്പര്യമുണ്ട്. ചൈനയ്ക്കും ഈ കാര്യത്തിൽ ഒരുപാട് കാർഡുകൾ കളിക്കാൻ കഴിയും. അപ്പോൾ അമേരിക്ക, ബ്രിട്ടൻ, ചൈന ഇത്രയും രാജ്യങ്ങൾ നിരന്തരമായി പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങൾ, അതൊരു മുസ്ലിം രാജ്യമാണെങ്കിലും പാകിസ്ഥാനെ അതിരുവിട്ട് സഹായിച്ചില്ല എന്നും കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റഷ്യ പാകിസ്ഥാനെ സഹായിക്കുക എന്നുള്ള കാർഡ് അവർ ഒരിക്കലും അങ്ങനെ കളിച്ചില്ല. നമ്മുടെ കൂടെയാണല്ലോ അവർ നിൽക്കുക. ഇപ്പോഴും ഉക്രൈൻ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ റഷ്യയും നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ്. ഇപ്പോൾ റഷ്യയും ചൈനയും ഇന്ത്യയും ഒക്കെ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരേ സൈഡിലാണ്, താൽക്കാലികമായിരിക്കാം.
അപ്പം അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാന് നേരത്തെ ഒരു സ്നേഹിതൻ പറഞ്ഞതുപോലെ ഇങ്ങനെ കിട്ടുന്ന ഞാൻ ചീത്തയായിട്ട് പറയാനൊരു ഭിക്ഷകൾ കൊണ്ട് അല്ലെങ്കിൽ ഓരോ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചിട്ട് കിട്ടുന്ന ആ കാശ് കൊണ്ട് നിന്ന് പോവാം, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ കാണേണ്ടത് നമ്മൾ ഇന്ത്യക്കും കൂടെ പ്രസക്തമായിട്ടുള്ള കാര്യം, ഒരു മതാധിഷ്ഠിത രാഷ്ട്രമുണ്ടാക്കുന്നതിൻ്റെ ദുരന്തമാണ് പാകിസ്ഥാൻ. അതിനെ ഇസ്ലാമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ വിളിക്കേണ്ടതില്ല. ആര് മതാധിഷ്ഠിത രാഷ്ട്രമുണ്ടാക്കിയാലും അത്തരം മതാധിഷ്ഠിത രാഷ്ട്രങ്ങൾ ഒടുവിൽ സൈനിക നേതൃത്വത്തിൻ്റെ പാവകളായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് പാകിസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗാണ് അന്നത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന ജിന്നയുടെ ലീഗാണ് അതിനുവേണ്ടിയൊക്കെ വാദിച്ചത്. ജിന്ന കരുതിയത് ആ ജിന്നയ്ക്ക് വൈകുന്നേരം ഇങ്ങോട്ട് ഒരു ഫ്ലൈറ്റ് എടുത്ത് ബോംബെ വരാം, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാമെന്നൊക്കെയാണ്, കാനഡയും അമേരിക്കയും പോലെ നിൽക്കാമെന്നൊക്കെ ജിന്ന കരുതിയിരുന്നതായിട്ട് ചിലർ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ലല്ലോ, ജിന്ന പെട്ടെന്ന് മരിച്ചുപോയി. യാഥാർത്ഥ്യം ജിന്നയുള്ളപ്പോഴും വലിയ കൊടും കൊലകളാണല്ലോ നടന്നത്. അതോടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ജിന്നയും അടക്കമുള്ള ആളുകൾ പാകിസ്ഥാന്റെ രൂപീകരണം എന്ന മതാധിഷ്ഠിത രാഷ്ട്ര രൂപീകരണം, ആ മതാധിഷ്ഠിത രാഷ്ട്ര രൂപീകരണത്തിന് സൈന്യത്തെ അതിരുവിട്ട് പ്രോത്സാഹിപ്പിക്കൽ, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലും കുറേശ്ശെ കാണുകയാണ്. അനാവശ്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഈ മതാധിഷ്ഠിത സൈനിക ശക്തി, ആ മതാധിക സൈനിക ശക്തി ആധുനിക ലോകത്തിൽ ഒരു ദുരന്തമാണ് സൃഷ്ടിക്കുക എന്ന പാഠം നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് നെഹ്റു വന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പട്ടാളത്തെ, അന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ, തിമ്മയ്യെ പോലുള്ള ആളുകൾ, കരിയപ്പയെ പോലുള്ള ആളുകളൊക്കെ പല ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ല, പ്രോബ്ലംസ് നമ്മൾ വേറെ അർത്ഥത്തിൽ പറയാം. അതൊക്കെ നെഹ്റു വളരെ ഭംഗിയായിട്ട്, കൃഷ്ണമേനോനും കൂടി ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ഒരു ഏകീകൃത സൈനിക ശക്തി ഇല്ലാതാക്കി 3 മേധാവികളെ കൊടുത്തു. അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം നമ്മുടെ കയ്യിലായി. ഏറ്റവും ഉയർന്ന സൈനിക നേതാവ് പോലും ഡിഫൻസ് സെക്രട്ടറിയുടെ കീഴിലായി. അതേപോലെ തന്നെ മന്ത്രിമാരുടെ കീഴിലായി. അവർക്ക് വലിയ പദവികളൊന്നും കൊടുത്തില്ല. എന്നാൽ സൈനികർ എന്നുള്ള നിലയ്ക്കുള്ള ബഹുമതിയും ബഹുമാനവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ആ മാതൃകയാണ് പിന്തുടർന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ തകരാതിരുന്നത് എന്നും, ഇന്ത്യയും ഈ കാര്യത്തിൽ ഇപ്പോൾ ചില ശക്തികളുണ്ടല്ലോ ഇവിടെ, അവർ ഭയങ്കരമായിട്ട് ഈ റിലീജിയസ് ഫെർവർ ഉണ്ടാക്കുക, ആ റിലീജിയസ് ഫെർവറിൻ്റെ മറ്റേ സൈഡിൽ സൈന്യത്തിൻ്റെ ഫെർവർ ഉണ്ടാക്കുക, യുദ്ധത്തിൻ്റെ ഫെർവർ ഉണ്ടാക്കുക, ഹെയ്റ്റിൻ്റെ ഫെർവർ ഉണ്ടാക്കുക. ഈ ചേരുവ, അതായത് ഓവർ റിലീജിയസ് ഫെർവർ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സൈനികമായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ പറയൽ, അതേപോലെ തന്നെ ഹെയ്റ്റ് ഉണ്ടാക്കുക, ഇത് 3ഉം ചേർന്ന ഒരു ചേരുവയായിരുന്നു പാകിസ്ഥാൻ. അതിൻ്റെ ദുരന്തം, ആ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങളെ, അവർക്ക് പുതപ്പുകൾ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നതിനൊന്നും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. കാരണം അഫ്ഗാനിസ്ഥാനിൽ പോലും നമ്മളിവിടുന്ന് മനുഷ്യത്വപരമായ സഹായം നമ്മൾ എത്തിച്ചു, അത് മനുഷ്യത്വമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാനുമായി അണുകിട പാകിസ്ഥാനെയോ പാകിസ്ഥാന്റെ ഭരണ രാഷ്ട്രീയ സൈനിക സങ്കുചിത മത നേതൃത്വത്തെയോ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ശരി, അങ്ങനെയൊക്കെ വരാം. അത് നമുക്ക് പഠിക്കാനുള്ള പാഠമായിട്ടാണ് പാകിസ്ഥാന്റെ ഷിനാസ്. അതായത് ഈ ചിക്കന് കിലോയ്ക്ക് 800 രൂപയിലേറെയാണ് വില, പെട്രോളിന് 200 രൂപയോട് അടുക്കുന്നു, 150 രൂപ 200 300 രൂപയോട് അടുക്കുന്നു എന്ന് വിവരം. ഗോതമ്പിനും അരിക്കുമൊക്കെ 200 രൂപയോട് അടുക്കുന്നു. പഞ്ചസാര, ഭക്ഷ്യ എണ്ണ എല്ലാത്തിനും 400 രൂപയ്ക്ക് മേലെയാണ് കിലോയ്ക്ക് വില. അത്രയേറെ വിലക്കയറ്റത്തിന് നടുവിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. നോക്കൂ, ഈ ഇന്ത്യ വിഭജന സമയത്ത് ഏറ്റവും നല്ല മണ്ണ് പാകിസ്ഥാനായിരുന്നു എന്നാണ് വായിച്ചിട്ടുള്ളത്. പ്രകൃതി ധാതു വിഭവങ്ങളുടെ കേന്ദ്രമാണ് ബലൂചിസ്ഥാൻ. അവിടെയാകട്ടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അങ്ങനെ സ്വയമുണ്ടാക്കിയെടുത്ത കുഴി, അങ്ങ് തന്നെ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ, കർഷകർക്ക് അവരെ സഹായിക്കാൻ, അവരുടെ നന്മയ്ക്കായി, അവരുടെ രക്ഷയ്ക്കായി ഒരു പദ്ധതി പോലും പാകിസ്ഥാനിലില്ല എന്നാണ്. അതായത് ഈ ഇന്ത്യ വിരോധം കാരണം സ്വന്തം രാജ്യത്തിൻ്റെ വികസനം അപ്പാടെ മറന്നുപോയി പാകിസ്ഥാൻ എന്നാണോ? ഇന്ത്യ വിരോധം ഒരു ഭാഗത്തുണ്ട്. കാരണം പാകിസ്ഥാന്റെ ബജറ്റിൽ, പാകിസ്ഥാൻ എത്രയാണെന്ന് എനിക്കറിയില്ല,
എന്തായാലും പാകിസ്ഥാന്റെ GDP-യുടെ ഒരു വലിയ ശതമാനം സൈന്യത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ആയിഷ സിദ്ദീഖയുടെ ആ പുസ്തകത്തിൽ മിലിറ്ററി ഇങ്ക് ഇൻസൈഡ് ദി മിലിറ്ററി ഇക്കോണമി ഓഫ് പാകിസ്ഥാൻ, അതിൽ മിൽ ബസ് എന്ന് പറയുന്ന $20 ബില്യൺ ഒരു അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള, അതും സാധാരണ സൈനികർക്കല്ല, കിട്ടുന്നതൊക്കെ ഓഫീസ് കാഡേഴ്സിലുള്ള സൈനികർക്കാണ്. അപ്പൊ അങ്ങനെ ഒരു വശം ഉണ്ട്. രണ്ടാമതൊരു വശം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ തീവ്രവാദം എന്ന മോൺസ്റ്ററിനെ വളർത്തിയെടുത്തത് പാകിസ്ഥാൻ വളർത്തിയ മണ്ണും വളർത്തിയെടുത്തതും പരിപോഷിപ്പിച്ചതും അതിനെ ത്വരിപ്പിച്ചതും അതിനെ മറ്റു രാഷ്ട്രങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ തിരിച്ചതും ഒക്കെ പാകിസ്ഥാനാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വ്യാഴവട്ടമായെങ്കിലും പാകിസ്ഥാൻ വളർത്തിയെടുത്ത തീവ്രവാദം പാകിസ്ഥാനെതിരെ തിരിഞ്ഞു കുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ ഏതാണ്ട് 2 വർഷം കൊണ്ട് പാകിസ്ഥാനകത്ത് നടന്ന ചാവേർ ആക്രമണങ്ങൾ, സൂയിസൈഡ് ബോംബിംഗ് 4 ഇരട്ടിയായി. പാകിസ്ഥാനിൽ നടന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ എണ്ണം ഇരട്ടിയല്ല 3 ഇരട്ടിയായി. അപ്പം ഇത്രയും അരക്ഷിതമായ വയലൻസ് കൊണ്ട്, സ്വയം സൃഷ്ടിച്ച തീവ്രവാദം കൊണ്ട് ആ തീവ്രവാദികളൊക്കെ ഇന്ത്യക്കെതിരെ തിരിഞ്ഞോളും, അല്ലെങ്കിൽ സോവിയറ്റ് ഇടപെടൽ കാലത്ത് സോവിയറ്റ് യൂണിയനെതിരെ തിരിഞ്ഞോളും എന്നൊക്കെയുള്ള ധാരണയായിരുന്നു പാകിസ്ഥാനുണ്ടായത്. പക്ഷെ ഇതേ തീവ്രവാദികളുടെ ഹക്കാനി വിഭാഗം, അങ്ങനെ കുറെ ഉണ്ട്, പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനിലെ തീവ്രവാദികൾ. അങ്ങനെ പാകിസ്ഥാൻ വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അരക്ഷിതമായ ഒരു സ്ഥലമായി മാറും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാകിസ്ഥാനിലെ വിദേശ നിക്ഷേപം കുത്തനെ കുറഞ്ഞു, കുത്തനെ ഇടിഞ്ഞു. ആ ഒരു വശം കൂടിയുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ആദ്യം ശ്രീലങ്ക, ഇപ്പോൾ പാകിസ്ഥാൻ. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ട് തുടരെ പ്രതിസന്ധിയിലാകുന്നു? ചർച്ചയുടെ അടുത്ത ഘട്ടം ഇടവേള കഴിഞ്ഞു. ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ മോഹൻ വർഗീസ്, ശ്രീലങ്ക, പാകിസ്ഥാൻ, അതായത് ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളാണ് വലിയ പ്രതിസന്ധിയിലാകുന്നത് എന്നൊരു വിലയിരുത്തലുണ്ട്. ഇന്ത്യ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യ ഒഴിച്ചുള്ള, പ്രത്യേകിച്ചും മ്യാൻമാർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഞാനവിടെ നേരത്തെ ശ്രീ CP ജോൺ സൂചിപ്പിച്ചു പോയ മതാധിഷ്ഠിത രാഷ്ട്രമെന്ന സങ്കല്പം, അതെ, അതുകൂടി ചേർത്ത് വായിക്കണം. മതാധിഷ്ഠിത രാജ്യമായ പാകിസ്ഥാനും ഭൂരിപക്ഷ ബുദ്ധമത സിംഹള ഭൂരിപക്ഷമുള്ള ശ്രീലങ്കയും മതാധിഷ്ഠിതം തന്നെയായ ബംഗ്ലാദേശും മതത്തിന് വലിയ പ്രാധാന്യമില്ല എങ്കിൽ പോലും ഒരു ജുണ്ട ഭരിക്കുന്ന മ്യാൻമാറും എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന ദക്ഷിണേഷ്യയിൽ അസ്ഥിരത, അത് മാത്രമല്ല നേപ്പാളും ഭൂട്ടാനും കൂടെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവിടെയെല്ലാം ഏതാണ്ട് സമാനമായ അസ്ഥിരത സംഭവിക്കുന്നത് പുറമേ നോക്കുമ്പോൾ സാമ്പത്തിക അരാജകത്വം, ഈ പോപ്പുലിസ്റ്റ് നയങ്ങൾ, അതിൻ്റെ ഒരു ആവിഷ്കാരം കൊണ്ടുണ്ടാകുന്ന കെടുകാര്യസ്ഥത, അതിൽ നിന്ന് ഉണ്ടാകുന്ന സ്നോബോളിംഗ്, കാസ്കേഡിംഗ് ഇഫക്റ്റ്, അതാണ് പൊതുവേ ലോകം കാണുന്നത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യവും ഇവിടെ പ്രസക്തമാണ്. ചുറ്റും കിടക്കുന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഭാരതത്തിന് ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന അയൽ രാജ്യമായ ചൈന വലിയ തോതിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിലാണ്. ശ്രീലങ്കയിലെ ഹമ്പൻ തോറ്റ തുറമുഖത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക, വലിയ നിക്ഷേപമാണ് ചൈനീസ് കമ്പനികൾ അവിടെ നടത്തിയത്. മാത്തല എയർപോർട്ട്, അതുപോലെ കൊളംബോ സീപോർട്ട് എയർപോർട്ട് പദ്ധതി എന്ന് വേണ്ട ഒരുപാട് പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന പേരിൽ വലിയ തുകയാണ് ചൈന മുടക്കിയത്. പാകിസ്ഥാൻ്റെ തുറമുഖം, ഗദ്ദാർ തുറമുഖം വികസനത്തിന് വേണ്ടി വലിയ തുകയാണ് മുടക്കുന്നത്. ഒരു ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. അങ്ങനെ ചൈനയുടെ ശക്തിക്ക് ഒരു വാം വാട്ടർ പോർട്ടിലേക്ക്
കറാച്ചി തുറമുഖത്തേക്ക് അല്ലെങ്കിൽ ഗദ്ദാർ തുറമുഖത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിലെ വാം വാട്ടേഴ്സിലേക്കുള്ള ആക്സസ് എന്ന നിലയിൽ ചൈന പാകിസ്ഥാനെ കാണുന്നു. ഇതെല്ലാം കാട്ടുന്നത് ഒരു നാവിക ശക്തി എന്നുള്ള നിലയിൽ ചൈന ഭാരതത്തിന് ചുറ്റും ഒരു ചങ്ങല തീർത്തുകൊണ്ട്, അതിന് പറയുന്ന പേരാണ് സ്ട്രിങ് ഓഫ് പേൾസ്. പേളിൻ്റെ ഒരു സ്ട്രിങ്, അതായത് തുറമുഖങ്ങൾ, ചിറ്റഗോങ് തുറമുഖം ബംഗ്ലാദേശിൽ, ഹമ്പൻതോറ്റ തുറമുഖം ശ്രീലങ്കയിൽ, പാകിസ്ഥാൻ്റെ ദക്ഷിണ പ്രദേശത്തുള്ള തുറമുഖങ്ങൾ എന്നുവേണ്ട, മാലദ്വീപിൽ ഒരു ബേസ് എന്നുവേണ്ട ഇന്ത്യ മഹാസമുദ്രത്തിൽ ഭാരതത്തിന് ചുറ്റും ഒരു ചങ്ങല തീർത്തുകൊണ്ട് ചൈന ഭാരതത്തെ പ്രതിസന്ധിയിലാക്കുന്ന, സുരക്ഷാ ഭീഷണിയിലാക്കുന്ന, നമ്മുടെ ദേശീയ സുരക്ഷിതത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാഴ്ച കാണാം. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ദക്ഷിണേഷ്യയുടെ മുകളിലൂടെ പോകുന്ന സിൽക്ക് റൂട്ട്. അത് ജിയോ സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനമാണ്. പരമ്പരാഗതമായ പഴയകാലത്തെ സിൽക്ക് പാത ചൈനയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പശ്ചിമേഷ്യയെയും ബന്ധിച്ചിരുന്ന സിൽക്ക് റൂട്ടിൻ്റെ പുനരുജ്ജീവനം, ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായി ഭാരതത്തിന് വലിയ സുരക്ഷാ ഭീഷണി ഒരുത്തുന്നതാണ്. ഇതൊരു സാമ്പത്തിക വിഷയം എന്നതിന് ഉപരിയായ ഒരു മാനം തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. പാകിസ്ഥാൻ സാമ്പത്തികമായി ക്ഷയിക്കുമ്പോൾ കൂടുതൽ ചൈനയെ ആശ്രയിക്കേണ്ടി വരും. ശ്രീലങ്ക ചെയ്തതും, ശ്രീലങ്ക കടക്കണിയിലായതും ഡെറ്റ് ട്രാപ്പിലായതും ചൈനയിൽ നിന്ന് വാങ്ങിക്കൂട്ടിയ ഭീമമായ കടത്തിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതുകൊണ്ടാണ്. പാകിസ്ഥാൻ അതേ അവസ്ഥയിൽ തന്നെയാണ്. ചൈന സഹായിക്കുന്നത് കണ്ണുമടച്ച് സഹായിച്ചതുപോലെ അല്ല. സോവിയറ്റ് യൂണിയൻ പണ്ട് ഭാരതത്തെ സഹായിക്കുന്ന രീതിയിൽ കാണാനാവില്ല ചൈനയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായം. അത് തിരിച്ചടക്കേണ്ട പണം തന്നെയാണ്. തിരിച്ചടക്കാൻ വേണ്ട രീതിയിലുള്ള കരുത്തില്ലാതെ വരുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രദേശങ്ങളിൽ നിയന്ത്രണം ചൈനയ്ക്ക് വരുന്ന ഒരവസ്ഥയുണ്ടാകും. പ്രത്യേകിച്ച് തുറമുഖങ്ങളുടെ നിയന്ത്രണം, അത് തന്ത്രപ്രധാനമായ തുറമുഖങ്ങളുടെ നിയന്ത്രണവും. അതുമാത്രമല്ല, ചില പാകിസ്ഥാൻ്റെ സ്റ്റേറ്റ് അസറ്റ്സ് പലതും ട്രേഡ് ചെയ്യേണ്ടി വരുന്നു. UAE-യുമായും സൗദി അറേബ്യയുമായും പാകിസ്ഥാൻ ഗവൺമെൻറ് തലത്തിൽ നടത്തിയ ചില ഇടപാടുകളും ഇത്തരണത്തിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ സ്വയം നിർണയാവകാശം, സ്വയം ഭരണാവകാശം, പരമാധികാരം എന്നത് ചോദ്യം ചെയ്യപ്പെട്ടു. ശ്രീലങ്കയ്ക്ക് കഴിഞ്ഞ ആണ്ടിൽ സംഭവിച്ച 2022 മധ്യത്തിൽ സംഭവിച്ച ആ ദുർഗതി പാകിസ്ഥാന് വരും എന്ന പ്രവചനങ്ങളെ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ ഒരു നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ CP ജോൺ, ഈ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ രണ്ട് രാജ്യങ്ങൾ, പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒരു കോമൺ ഫാക്ടർ ചൈനയാണ്. ഇന്ത്യയെ ചൂണ്ടാൻ ഈ രണ്ട് രാഷ്ട്രങ്ങളിലും ചൈന ഇടമൊരുക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും തകർച്ച ചൈനയെ ഇരുത്തി ചിന്തിപ്പിക്കുമോ? ചൈനയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? ചൈന നമ്മുടെ ഈ ദക്ഷിണേഷ്യയിൽ മാത്രമല്ല, അവർ ആഫ്രിക്കയിലും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള അസർബൈജാൻ പോലുള്ള സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കുകളിലും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള നിക്ഷേപങ്ങളും അവരുടേതായിട്ടുള്ള പദ്ധതികളും വിട്ടിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടുത്തെ രാജ്യങ്ങൾ അവർ സമ്മതിച്ചിട്ടാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇടക്കാലത്ത് വെച്ച് ചൈനയ്ക്ക് ചില അതിമോഹങ്ങളുണ്ടായി. ആ അതിമോഹങ്ങൾ, ഒരു സാമ്രാജ്യത്വം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും, ഒരു അമിതാധികാര ശക്തികളായിട്ടുള്ള അമിതാധികാര ശക്തി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാവുന്നതിന് അപഭ്രംശങ്ങൾ തന്നെയാണ്. അതിന് ലക്ഷണമൊത്ത സാമ്രാജ്യത്വം എന്നൊന്നും ഇപ്പോൾ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് എല്ലാറ്റിനെയും ഒന്ന് കൺട്രോൾ ചെയ്യാം. ലോകത്തെ ഒരു അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ചൈന, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ചൈന എന്നൊക്കെയുള്ള ഒരു ബോധങ്ങൾ അവരുടെ മനസ്സിൽ വന്നതിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇപ്പോൾ ചൈന ആ പൊസിഷനിലല്ല. ചൈനയ്ക്ക് അവർക്കും ചില തിരിച്ചടികളൊക്കെ വന്നല്ലോ. ഇപ്പോൾ ഇവിടെ പാകിസ്ഥാനിലാണെങ്കിൽ പ്രകൃതി ദുരന്തമാണ് ഉണ്ടായെങ്കിൽ ചൈനയിൽ ഈ രോഗദുരന്തം അല്ലെങ്കിൽ ആരോഗ്യ ദുരന്തം അത് ചൈനയുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ നടക്കുന്നതിന് പകരം സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതാണ് ബുദ്ധി എന്ന ഒരു ചിന്താഗതി അവർക്കും വന്നിട്ടുണ്ടാവും കുറച്ചൊക്കെ. അതുകൊണ്ട് ഏത് ഭരണാധികാരിക്കും, അത് മതാധിഷ്ഠിതമാകട്ടെ പ്രത്യയശാസ്ത്രപരമാകട്ടെ, ഏകാധിപത്യത്തിൻ്റെ രോഗം വന്നാൽ ആ ഏകാധിപതിക്കല്ല കേട്, ആ രാഷ്ട്രത്തിനാണ് കേട്. അതുപോലെയാണല്ലോ വടക്കേ കൊറിയ. വടക്കൻ കൊറിയയും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവർ പറയുക. പക്ഷേ എന്താണ് ആ രാജ്യത്ത് നടക്കുന്നത്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നമുക്കെല്ലാം കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ആരംഭിച്ചപ്പോൾ പറഞ്ഞതുപോലെ വീണ്ടും 21ാം നൂറ്റാണ്ട്, 20ാം നൂറ്റാണ്ടിൽ വ്യാപിച്ച ജനാധിപത്യ മൂല്യങ്ങൾ അത് വീണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്.
എന്നാൽ ജനാധിപത്യത്തിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദോഷങ്ങളൊക്കെ കുറവുകളുണ്ടായിരിക്കും. ബുദ്ധിമുട്ടല്ല, കുറവുകളുണ്ടായിരിക്കും. മീഡിയ, അതേപോലെ തന്നെ പാർലമെന്റ്, ഇതൊന്നും ഒരു കുറ്റങ്ങളല്ലല്ലോ, അതൊക്കെ ചില കുറവുകളാണ്. അപ്പം അത് സോവിയറ്റ് യൂണിയൻ്റെ കാര്യം എടുക്കാം. അപ്പം നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ പതനവുമായിട്ടും നമ്മൾ കണക്കാക്കണ്ടേ? സോവിയറ്റ് യൂണിയനും 89-90 ആകുമ്പോഴേക്കും നിലംപതിച്ചതിൻ്റെ മുഖ്യ കാരണം ഈ സൈനിക ചെലവ് വർദ്ധിപ്പിക്കുന്നത് കുറയ്ക്കാൻ അന്ന് ഗോർബച്ചേവ് പറഞ്ഞു. അതാണല്ലോ പെരിസ്ട്രോയിക്ക. ആ പെരിസ്ട്രോയിക്ക കൊടുക്കുമ്പോഴേക്കും, പെരിസ്ട്രോയിക്ക എന്ന മരുന്ന് കൊടുക്കുമ്പോഴേക്കും രോഗി ഏതാണ്ട് മരണാസന്നനായിട്ടുണ്ടായിരുന്നു. അവരുടെയും പ്രശ്നം അത് തന്നെയാണ്. ഇപ്പോഴത്തെ പുട്ടിൻ നമ്മുടെ തൊട്ടടുത്തല്ല കിടക്കുന്നെങ്കിലും ഇപ്പോഴത്തെ പുട്ടിൻ എന്താ ചെയ്യുന്നത്? ഇതേ തരത്തിലുള്ള സൈനികമായിട്ടുള്ള ഓളിഗാർക്കികൾ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ഉക്രൈൻ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? ആ കാര്യമില്ലല്ലോ. അതിന്റെ ഫലമായിട്ട് എന്താണ്, അവിടുത്തെ യൂറോപ്പ് മുഴുവൻ ക്രൈസിസിലേക്ക് പോയി. ഇപ്പൊ UK ഡബിൾ ഡിജിറ്റ് ഇൻഫ്ലേഷൻ വന്നു. ജർമ്മനി തന്നെ ഏതാണ്ട് 9% പോയി. ഫ്രാൻസ് പോയി. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പട്ടാളത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഏകാധിപത്യ രാഷ്ട്രീയം, ആ രാഷ്ട്രീയങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. 21ാം നൂറ്റാണ്ട് അതിന് പറ്റിയതല്ല. അതിനെ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി ഈ പട്ടാള ഏകാധിപത്യ രാഷ്ട്രങ്ങൾക്ക് ഒരു ഇന്ധനം വേണ്ടേ? ആ ഇന്ധനമായിട്ട് മതമാണ് നമ്മുടെ ദക്ഷിണേഷ്യയിലെ പല രാജ്യങ്ങളും ഉപയോഗിച്ചതെങ്കിൽ ചില സ്ഥലത്ത് അതിനെ ഉപയോഗിച്ചത് നാഷണാലിറ്റിയാണ്. ആ നാഷണൽ ഫെർവർ ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്നത് അതിരുകടന്ന സങ്കുചിത ദേശീയതയും അതുപോലെ തന്നെ അതിരുകടന്ന സൈനിക ഭക്തിയും അതൊക്കെ തന്നെ ഇരട്ട കുട്ടികളാണ്. എല്ലാം ഒരുമിച്ച് പറ്റിയിട്ടുള്ള കുട്ടികളാണ്. ഇതിനെയെല്ലാം ഉപേക്ഷിക്കണം. ഇതിനെ ഉപേക്ഷിച്ച് ഡെമോക്രാറ്റിക് ആവുക. അത് തന്നെ അമേരിക്കയിലെ ഡെമോക്രസി പോലല്ല, അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലണ്ടിലെ ഡെമോക്രസി പോലെയല്ല. മൂന്നാം ലോക രാജ്യങ്ങൾക്ക് 47 ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ചും ജനാധിപത്യത്തിന് ഇന്ത്യ കാണിച്ച മാതൃകകളുണ്ട്. അത് നല്ല മാതൃകയാണ്. ഇവിടെയും ഇത്തരത്തിലുള്ള വലതുപക്ഷ മതതീവ്ര തീവ്ര സൈനിക നിലപാടുകൾ നമ്മളെവിടെ എത്തിക്കില്ല. ഈ പാഠം പഠിക്കാനുള്ള ഒരു പരീക്ഷണ നാളിയാണ് പാകിസ്ഥാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്ത്യ എല്ലാ കാലത്തും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നത് ഭീകരതയ്ക്ക് താവളമൊരുക്കുന്നത് അവസാനിപ്പിക്കൂ, എന്നിട്ടാവാം ചർച്ച എന്നായിരുന്നു. ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ അവർ ഭീകരതയ്ക്ക് വളമിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ നിലവിലത്തെ അവസ്ഥ, ഈ ദുരവസ്ഥ താലിബാൻ അടക്കം മുതലെടുക്കാനിടയില്ലേ? ആഭ്യന്തര പ്രശ്നം പാകിസ്ഥാനിൽ രൂക്ഷമാകാനിടയില്ലേ? പൊതുജനം ഭരണകൂടത്തിനെതിരെ, സൈന്യത്തിനെതിരെ തെരുവിലിറങ്ങാൻ സമയമായില്ലേ? വളരെ പ്രസക്തമായ ഒരു ആംഗിളാണത്. അതായത് ഇന്ത്യ വിരുദ്ധതയിൽ എന്ന് പറയുമ്പോൾ കാശ്മീർ വിഷയമായിട്ട് വരികയാണ്. കാശ്മീർ ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ ഹർക്കത്തുൽ മുജാഹിദീൻ, ഹിസ്ബുൾ മുജാഹിദീൻ, ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിങ്ങനെയുള്ള വിവിധ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ചെലവും കൊടുത്ത് ആയുധങ്ങൾ അണിയിച്ച് ഭാരതത്തിനെതിരെ തിരിച്ചുവിടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് കാശ്മീരിനെ അസ്ഥിരപ്പെടുത്തുക വഴി ശത്രു രാജ്യമെന്ന് അവർ കരുതുന്ന ഭാരതത്തെ ഫലപ്രദമായി ഒരു മോളിഫൈ ചെയ്തെടുക്കുക, ഒന്ന് ന്യൂട്രലൈസ് ചെയ്തെടുക്കുക, പേടിപ്പിച്ച് നിർത്തുക. ഇതാണ്. അത് പലപ്പോഴും സാധിക്കാതെ വരുമ്പോഴാണ് ക്രോസ് ബോർഡർ ടെററിസം, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം. അപ്പോൾ ഭാരതത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ അതിർത്തി സംരക്ഷണത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അവിടെയാണ് മറ്റ് അജണ്ടകളുടെ സ്കോപ്പ് വരുന്നത്. അതിന് സമാന്തരമായിട്ട് തന്നെ പാക് മണ്ണിൽ വിശാല അർത്ഥത്തിൽ ഭീകരത വളരാനുള്ള അന്തരീക്ഷം കൂടെ വരികയാണ്. അതാണ് പാക് താലിബാനും തമ്മിലുള്ള, അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായുള്ള ചങ്ങാത്തത്തിൽ വളർന്നു വന്നൊരു സംഘടനയാണല്ലോ പാക് താലിബാൻ. ഇന്ന് നേരത്തെ ഇവിടെ ഷിനാസ് സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തം തന്നെയാണ്. അതായത് കടിച്ച പാല് കൊടുത്ത കൈക്ക് തന്നെ കടിക്കുന്ന കാഴ്ചയാണ് പാക് താലിബാൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത്. പാകിസ്ഥാൻ വലിയ തോതിൽ വളർത്തിയെടുത്ത താലിബാൻ ഇന്ന് പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ, ഭാരതമല്ല വെല്ലുവിളി എന്നോർക്കണം, പാക് താലിബാൻ തന്നെയാണ് പാകിസ്ഥാൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി അർപ്പിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ്. പാക് റീജിയനിലെ നീക്കങ്ങൾ, അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാൻ്റെ ബന്ധം വളരെ ഉലഞ്ഞിരിക്കുന്നു. താലിബാൻ ഭരണകൂടവും പാകിസ്ഥാൻ്റെ ഇന്നത്തെ സൈന്യം നയിക്കുന്ന, അല്ലെങ്കിൽ സൈന്യം മുന്നിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ ഇങ്ങനെ പാവ പോലെ കാണുന്ന ഒരു ഭരണകൂടവുമായുള്ള ബന്ധം ഉലഞ്ഞു.
ആ ബന്ധം വിളക്കി ചേർക്കുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ്. അവിടെയാണ് ഭാരതം തന്ത്രപരമായ നിലപാടിലൂടെ അഫ്ഗാനിസ്ഥാനെ ന്യൂട്രലൈസ് ചെയ്തെടുക്കുകയും പാകിസ്ഥാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉഭയകക്ഷി ചർച്ചകൾ ഇല്ല എന്ന നിലപാട് ശരിയല്ല, ഉഭയകക്ഷി ചർച്ചകളാകാം, പക്ഷേ കാശ്മീരിൻ്റെ വിഷയത്തിൽ ഒഴിച്ച് മറ്റ് വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചയാകാം എന്ന ഭാരതത്തിൻ്റെ ഷിംല അഗ്രിമെൻറ്റിൻ്റെ സ്പിരിറ്റ് അനുസരിച്ച് 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം എത്തിച്ചേർന്ന ഷിംല അഗ്രിമെൻറ്റിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് നീങ്ങുക എന്നതാണ് അഭികാമ്യമായ കാര്യം. അങ്ങനെയെങ്കിൽ മാത്രമേ ചൈന എന്ന വിപത്തിനെ ഒഴിവാക്കി നിർത്തുന്നത് പാകിസ്ഥാനും ആവശ്യമാണ്. എത്ര കാലം കടക്കണയിൽ നിർത്താൻ സാധിക്കും? മാത്രമല്ല, പാകിസ്ഥാൻ്റെ സാമ്പത്തിക സ്ഥിതി സുരക്ഷയിലേക്ക് നീങ്ങണമെങ്കിൽ വലിയ തോതിലുള്ള GDPയുടെ വലിയൊരു ശതമാനം ഡിഫൻസിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ബോർഡേഴ്സ് സെക്യൂർ ആകണം, ഭാരതവുമായ ബന്ധങ്ങൾ ഊഷ്മളമാകണം. ശരി, അത് പാകിസ്ഥാൻ പോയിന്റാണ്. ഒറ്റ ചോദ്യം കൂടി ശ്രീ CP ജോൺ, പാകിസ്ഥാൻ ഇനി എങ്ങനെ കരകയറാനാണ്? പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്, ഫെയിൽഡ് ഡെമോക്രസിയുമാണ്. ആ ഫെയിൽഡ് സ്റ്റേറ്റ് എങ്ങനെ കരകയറും നമുക്കിപ്പോൾ ഒരൊറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ടോ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. 2-3 സംഭവങ്ങൾ അവിടെ ഉണ്ടായേക്കാം. ഒന്ന്, അവിടുത്തെ പ്രവിശ്യകൾ വിട്ടുപോകാനുള്ള ഒരു പ്രവണത നേരത്തെ തന്നെ കാണിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ബലൂചിസ്ഥാൻ. അപ്പോൾ ബലൂചിസ്ഥാനിലെ അവിടുത്തെ ഉപദേശീയതകളെ അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ. അങ്ങനെ ഒരു ഓപ്ഷൻ അവർക്കെടുക്കാവുന്നതാണ്. അവരെടുക്കുമെന്ന് നമുക്കറിയില്ല, അതിനുള്ള കെൽപ്പ് അവർക്കുണ്ടോ എന്നറിയില്ല. അതേപോലെ തന്നെ ഇങ്ങനത്തെ സന്ദർഭങ്ങൾ വരുമ്പോൾ ക്ഷമിക്കണം, ഈ പ്രാദേശിക ഗ്രൂപ്പുകൾ, ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ അതാണല്ലോ ഉണ്ടായത്, പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്ത് വരും. ഇപ്പോൾ ദേശീയ നേതൃത്വം എന്ന് പറയുന്നതിന് പുറമെ പഞ്ചാബിൻ്റെയും സിന്ധിൻ്റെയും ബലൂചിസ്ഥാൻ്റെയും ഒക്കെ ആളുകൾ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് വേറൊരു ജീവിത രീതി ഉള്ള ആൾക്കാരാണ്. അവിടെ നിന്നൊക്കെയുള്ള പുതിയ രാഷ്ട്രീയ രൂപങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയാണ് ഒരു വായനക്കാരൻ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ഘടകങ്ങൾ അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തോടും സൈനിക നേതൃത്വത്തോടും ഇനി പണി പറ്റില്ല, ഇനഫ് ഈസ് ഇനഫ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവാൻ സാധ്യത. അതാണല്ലോ സോവിയറ്റ് യൂണിയനിലുണ്ടായത്. സോവിയറ്റ് യൂണിയന് 10-15 രാജ്യങ്ങളായിട്ട് മാറിയില്ലേ? ഇറക്കുമതിയെ വല്ലാതെ ആശ്രയിച്ചത്, ഇത്രയും വലിയ ക്രൈസിസ് അനാവശ്യമായി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സബ്സിഡികൾ, ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ വലയിലാക്കിയത്, ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയും ഇല്ലാതെ പോയത്, രാഷ്ട്രീയ അസ്ഥിരതാവസ്ഥ, തീവ്ര ഇന്ത്യ വിരുദ്ധത, ഭീകരപ്രവർത്തനങ്ങൾക്ക് താവളമൊരുക്കിയത്, പ്രളയം, പദ്ധതികളില്ലായ്മ, വികസനത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഭരണാധികാരികൾ, അങ്ങനെ നിരവധി പ്രതിസന്ധികൾക്ക് നടുവിലാണ് പാകിസ്ഥാൻ. അതിനൊപ്പമാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയ പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ പോയത്. ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഭക്ഷണത്തിനായി ഓടി നടപ്പാണ്, തമ്മിലടിക്കുകയാണ്. പാകിസ്ഥാൻ ഇനി എങ്ങനെ രക്ഷപ്പെടാനാണ്? അടുത്ത ശ്രീലങ്കയോ പാകിസ്ഥാൻ എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. 83% പേരും അതെ എന്ന് ഉത്തരം പറയുന്നു. ബഹുഭൂരിപക്ഷം പേരും അല്ലെന്ന് 5% പേർ, അഭിപ്രായമില്ലാത്തത് 12% പേർ. വളരെയധികം നന്ദി ശ്രീ CP ജോൺ, AM ഷിനാസ്, മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.